നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വേദ വിക്രത്തിന് വേണ്ടി ഒരു നേർച്ചയൊക്കെ നേർന്ന് അങ്ങനെ 7 ഒറ്റയടി പ്രദക്ഷിണമൊക്കെ നടത്തുവാണ്. ആ നടത്തുന്ന സമയത്ത് വിക്രം അവിടെ അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും പിന്നീട് അതോടൊപ്പം തന്നെ താൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതും അതിനുശേഷം താൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായി വേണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വേദ വന്നിട്ട് ചോദിച്ചു, എന്താ വിക്രസ്വാമി കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ എന്ന് പറയണേ? ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി, എന്താ വിക്രസ്വാമിയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ വിക്രത്തിന്റെ അരിയിലിരുന്നു. ആ സമയത്ത് വിക്രം പറഞ്ഞു, അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരുപക്ഷെ നിന്റെ കഴുത്തിൽ ഞാൻ ബലമായിട്ട് താലി കെട്ടിയതുകൊണ്ടല്ല നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നത്. അതിന് പിന്നിൽ എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട്. എന്ത് കാരണം കൊണ്ടാ നീ എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ വേദ ഒരു നിമിഷം മിണ്ടിയില്ല. വേദയുടെ മനസ്സിലേക്ക് ഒരു സ്വപ്നം കടന്നു വരുവാണ്. കാരണം വിക്രത്തെ താൻ കണ്ടതും പിന്നീട് വിക്രത്തെ ആക്രമിക്കാനായിട്ട് ഒരു പോലീസുകാരൻ വരുന്നേ, അതൊക്കെ അങ്ങനെ ഒരു സ്വപ്നം വേദ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായി വേണം. പിന്നീട് വിക്രം ചോദിച്ചു, എന്താ വേദ എന്താ ആലോചിക്കണേ? ഇതിനുള്ള മറുപടി വിക്രസ്വാമി മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഞാൻ തരാം. ഇപ്പൊ ഞാൻ എന്താണ് തരുന്നില്ല. ഇപ്പൊ വേറെ ഒരു ചിന്തയും കൂടാതെ സമാധാനത്തോടു കൂടി മലയ്ക്ക് പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാന്ന് പറയണം. പിന്നെ അറിയാലോ, വിക്രസ്വാമി മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ദീപ്തിയുടെ കാര്യങ്ങൾ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നേ? എനിക്ക് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ കാര്യത്തില് എൻ്റെ വീട്ടുകാർക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതതുപോലെയല്ല, അറിയാലോ, ദീപ്തിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഇപ്പൊ വിക്രസ്വാമി വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ വേദയോടും പറയണം. അങ്ങനെ അവരെന്ത് ചെയ്തു, പോവാനായിട്ട് ഇറങ്ങുവാണ് ക്ഷേത്രത്തിന്റെ അവിടുന്ന്. ആ സമയത്ത് വേദ പറഞ്ഞു, ശരിക്കും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകളല്ല നമ്മുടെ മനസ്സിലുള്ള നിലവിളികളല്ലേ, നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളല്ലേ നമ്മൾ പ്രാർത്ഥനകളായിട്ട് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, കൊള്ളാലോ, ആളുടെ മനസ്സിൽ ഇങ്ങനെ കുറെ തത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയണം. വിക്രം പറഞ്ഞു, ഇത് തത്വമൊന്നുമല്ല, ഉള്ള സത്യാവസ്ഥയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ വിലാപങ്ങളാണ് പ്രാർത്ഥനകളായിട്ട് ഇവിടെ ഭഗവാന്റെ മുന്നിൽ വരുന്നതെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പിന്നീട് ദീപ്തിക്ക് കഴിക്കാനൊക്കെ എടുത്തോണ്ട് പത്മ വെച്ചു. അതിനുശേഷം പറഞ്ഞു, മോളെ എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ഈ പ്രായത്തിൽ ആരുടെയൊക്കെ പ്രണയം തോന്നുക പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ നീ നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഒരുങ്ങില്ല. അപ്പോഴേക്ക് ശ്രീകാന്ത് ഇറങ്ങി വന്നു. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാനൊന്ന് സംസാരിക്കട്ടെ. അമ്മേ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒരുത്തി ഉണ്ടായിരുന്നു വേദ, അവൾ ആ വിക്രത്തിനോടൊപ്പം പോയി, എന്നിട്ട് എന്തായി? അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, അതിന് വിക്രമേന്റെ കൂടെ പോയാലും ചേച്ചി സന്തോഷവതിയല്ലേ? പിന്നെ സന്തോഷവതിയാണ് പോലും, നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നും? ആ വിക്രം ആ ശ്രീനിവാസന്റെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുക. പിന്നെ അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അവൻ വലിയ ഹീറോയാന്ന് അവന്റെ വിചാരം. പക്ഷെ അതൊക്കെ കണ്ട് നിശബ്ദയായിട്ടിരിക്കാനോ വേദയ്ക്ക് പറ്റുള്ളൂ. കാരണം അവള് സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്തല്ലേ, അവളോട് പോവണ്ടെന്ന് കയ്യെ കാലെ പിടിച്ചു പറഞ്ഞതാ. പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല. എന്നിട്ടാണോ നീ പറയണേ അവളുടെ സന്തോഷകരമായ ജീവിതം എന്ന് പറയണേ? നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു ദീപ്തി? അല്ലെങ്കിലും വേദയുടെ ജീവിതം സേഫ് ആണെന്ന് നമ്മൾ ഒരിക്കലും കരുതണ്ട. അല്ലെങ്കിലും അത് അങ്ങനെയൊന്നുമല്ല, അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലും അല്ല ജീവിക്കണേ. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. അപ്പോഴേക്കും ദീപ്തി ചോദിച്ചു, ഇതൊക്കെ പറയാനിട്ട് ശ്രീകാന്തൻ എന്താ അവരോടൊപ്പമാണോ കഴിയണേ? അല്ലല്ലോ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അവരോടൊപ്പം കഴിയേണ്ട കാര്യമൊന്നുമില്ല, അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവര് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ അറിയണേ. ആ സമയം പത്മ പറഞ്ഞു, മോളെ നിന്റെ മനസ്സിലുള്ളത് നീ ഇപ്പോഴേ അങ്ങോട്ട് നുള്ളിക്കളഞ്ഞേരെ, ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണ്ട. അറിയാലോ ഇവിടെ ഇതിന് വലിയ എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ആ വാസവന്റെ മോനെ സ്വന്തമാക്കാൻ നിന്റെ മനസ്സിൽ വലിയ മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മായച്ചു കളഞ്ഞേരെ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പിന്നെ നിന്റെ ചേച്ചി വേദ കല്യാണം കഴിച്ച ഇച്ചിരി പണത്തിന് പത്രാസനത്തിന് കുറവുണ്ടെന്നുള്ളൂ, പക്ഷെ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരുത്തനെയാണ്. പക്ഷെ ഇതങ്ങനെയാണോ? നാണം ഉണ്ടോ നിനക്ക് അവനെ പോലുള്ള ഒരുത്തനെ പ്രേമിക്കാനായിട്ട്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, എന്താ ഏട്ടാ ജാതിയോ? ഞാൻ ജാതി ഒന്നും നോക്കിയിട്ടല്ല ഒരുത്തനെ സ്നേഹിക്കാൻ പോയത്. ഈ ജാതിയൊക്കെ എന്നാ ഉണ്ടായത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, മനുഷ്യനുള്ള കാലം തൊട്ട് ജാതിയൊക്കെ ഉണ്ട്, ജാതി വേണം.
ഇപ്പൊ നീ ഇതൊക്കെ പ്രസംഗിക്കും, പക്ഷെ ഉണ്ടല്ലോ ഒരാവശ്യം വന്നു കഴിയുമ്പോൾ അറിയാം. നീ ആ മാട്രിമോണിയൽ സൈറ്റ് ഒന്ന് എടുത്തു നോക്കിയേ സോഷ്യൽ മീഡിയയിൽ, അപ്പോഴറിയാം. അതിനകത്ത് ജാതിയെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടപ്പം ദീപ്തി പറഞ്ഞു, എന്റെ ശ്രീയേട്ടൻ നാണല്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഒന്നുമില്ലും കോളേജില് വലിയ ആദർശം പറഞ്ഞുകൊണ്ട് നടന്നവനല്ലേ? എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ശ്രീയേട്ടന്റെ ഫോട്ടോസൊക്കെ പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോ എനിക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു അറിയാവോ? അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, എടി വാ ഇങ്ങോട്ട്, അതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ എങ്കിൽ കാര്യത്തോട് എടുക്കുമ്പോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കണം. അത് നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, ഇനിയിപ്പൊ ജാതി എന്തായാലും ശരി, മതം എന്തായാലും ശരി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് വരുൺ മാത്രമായിരിക്കും. അവനെ മാത്രം ഞാൻ സ്വീകരിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ജാതി ഒന്നും നോക്കിയല്ല, ജാതിയോ പണമോ പത്രാസോ ഒന്നും നോക്കിയിട്ടല്ല ഒരാളെ പ്രണയിച്ചത്. ഞാൻ അവന്റെ സ്വഭാവം മാത്രം നോക്കിയിട്ടുള്ളൂ. ഓ പിന്നെ നല്ല ബെസ്റ്റ് സ്വഭാവമാണല്ലോ അവന്റെ. എടി പുറത്ത് പറയാൻ കൊള്ളാന്ന് എന്തെങ്കിലും ഒരു മഹിമ അവനുണ്ടോ? ദീപ്തി പറഞ്ഞു, അതെ എനിക്കറിയാം വരുണിനെ കുറിച്ച്. നിങ്ങളുടെ ആളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നും എനിക്കില്ല. പത്മ പറഞ്ഞു, ഇനി നിന്റെ ഈ തീരുമാനത്തിന് മാറ്റില്ലേ മോളെ, ഞാനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താമേ? അതെ, ഞാനിനി പട്ടിണി കിടക്കാൻ പോവാ. നീ ഈ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ നീ ആ ചെറുപ്പക്കാരനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുള്ളൂ, പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു. അതും പറഞ്ഞ് പത്മ അങ്ങോട്ട് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദീപ്തിക്ക്. ഭയങ്കര വിഷമായി പോയി. അമ്മ ഇങ്ങനെ ഒരു ഉറച്ച നിലപാട് എടുക്കുന്ന ഒരിക്കലും ദീപ്തി കരുതിയില്ല. ആ സമയം അച്ഛമ്മയും കമലയും ശ്രീജയൊക്കെ ചേർന്നിട്ട് അടുക്കളയിൽ നല്ല പണിയാണ്, പലഹാരത്തിന്റെ പണികളും കാര്യങ്ങളൊക്കെയാണ്. അച്ഛമ്മയാണെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, ഇതേ ഇപ്പം നല്ല മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛമ്മയുടെ പലഹാരത്തിനൊക്കെ ആൾക്കാർക്ക് പ്രിയ വേറെയാന്ന് പറയാണ്, കൂടുതൽ ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് മായം ചേർക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അത് കേട്ടതും ശ്രീജ പറഞ്ഞു, അച്ഛമ്മയുടെ കൂട്ടിനകത്ത് ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ സ്ത്രീ വന്നിട്ട് മാഷിനോട് ചോദിച്ചു, അല്ല ഇത് സുധാരൻ മാഷിന്റെ വീടല്ലേ? അതെ, എന്താ? അതെ, ഞാൻ കുടുംബശ്രീയിലെ മോളി ചേച്ചി പറഞ്ഞിട്ട് വരുന്ന. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നിട്ട് ഞാൻ വാ കയറി വാ എന്ന് പറയണ. മാഷെ ഇത് പുതിയതായിട്ട് ഇവിടെ പണിക്ക് വന്നാന്ന് പറയണ. ആഹാ, അപ്പൊ പുതിയ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് തോന്നല്ലോ. അപ്പോഴേക്കും കമല പറഞ്ഞു, അതെ അമ്മ നാളെ പോവല്ലേ എന്ന് ചോദിക്കണം. അല്ല അമ്മ നാളെ എങ്ങോട്ടാ പോന്നെ? അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റില്ല സുധാര, അവിടെ വീട്ടിൽ നിൽക്കുന്ന ആ പെങ്കൊച്ചിന്റെ ആക്സിഡന്റ്, അപ്പൊ എനിക്ക് പോയി വന്നേ മതിയാവുള്ളൂ. ഞാനിങ്ങനെ ഭാവിനും സംക്രാന്തിക്കൊക്കെ വരാന്നേ, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടന്നാൽ മതി എന്ന് പറയണ. അത് കേട്ടതും മാഷ് പറഞ്ഞു, ശരിയമ്മേ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണ. പിന്നീട് അവരെ വിളിച്ചുകൊണ്ട് കമല അകത്തേക്ക് എന്നിട്ട് അച്ഛമ്മേനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, അതെ കാര്യമൊക്കെ കാര്യം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാലോ, നിങ്ങൾ ബേക്കറിയിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയൊക്കെയോ നിന്നാന്ന് പറഞ്ഞു, പക്ഷെ എവിടെ നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യണം. അവിടെ ചെയ്യുന്ന പോലെയുള്ള ടെക്നിക്സുകൾ കാര്യങ്ങളൊന്നും ഇവിടെ പ്രയോഗിക്കേണ്ട. ഇവിടെ അതിൻ്റെതായ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രുചിക്ക് തന്നെ വേണം എല്ലാം തയ്യാറാക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരി അതങ്ങനെ തന്നെ ആവത്തുള്ളമ്മേ, ഞാൻ നല്ല പണി തന്നെ നോക്കി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് മാഷിന്റെ അടുത്തേക്ക് വന്നിട്ട് കമല പറഞ്ഞു, മാഷെ കൈ കഴുകുക, ചോറ് വിളമ്പി തരാന്ന് പറയണ. അങ്ങനെ മാഷ് കൈ കഴുകുന്ന സമയത്ത് കമല പറഞ്ഞു, മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഇപ്പം നല്ല പുരോഗമനമുണ്ട്, കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും മിച്ചം വരുന്നില്ല, എല്ലാം കടക്കാർ വാങ്ങുന്നുണ്ട്, പിന്നെ തിരിച്ചൊരു പാക്കറ്റ് പോലും കൊടുത്തു വിടുന്നുമില്ല, എല്ലാത്തിനും നല്ല മാർക്കറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ്. മാഷ് പറഞ്ഞു, അത് അങ്ങനെ തന്നെ വേണം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി നല്ല ഉയരത്തിലെത്തും എന്നൊക്കെ പറഞ്ഞു. ഈ സമയം നന്ദിനി അവിടെ ചൂലൊക്കെ ആയിട്ട് അടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ വിനായകനുണ്ട്. അപ്പോഴേക്കാണ് വിശ്വം അങ്ങോട്ടേക്ക് വരുന്നത്. വിശ്വം വന്നിട്ട് മാഷിനോട് പറഞ്ഞു, അച്ഛ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയണ. എന്താടാ? നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അത് പിന്നെ അച്ഛാ കുറച്ച് പൈസ വേണമായിരുന്നു പറയണ. പൈസയോ? അതെന്തിനാടാ? അത് പിന്നെ ഇപ്പൊ കൈയും കൊണ്ടൊക്കെ അല്ലേ പൊടിച്ചോ അരച്ചൊക്കെ എല്ലാം ചെയ്യുന്നേ, അതങ്ങനെയല്ല, ഇനിയിപ്പം മെഷീനൊക്കെ ഉണ്ട കുറച്ചുകൂടി എളുപ്പമാവും, കറി പൗഡറിന്റെ ബിസിനസ്സും കൂടെ തുടങ്ങാം, അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അല്ല എത്ര രൂപ വേണ്ടി വരൂടാ മെഷീൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട്? ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അത് കേട്ടതും നന്ദിനി പറഞ്ഞു, അല്ല അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ ഈ പച്ചരിക്കാളും കൊണ്ട് പൊടിക്കാൻ കൊടുത്താൽ പോരെ, 10-12 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കിട്ടുമല്ലോ, അതിനിപ്പം മെഷീനൊക്കെ മേടിക്കേണ്ട കാര്യമുണ്ടോ? ആ സമയത്ത് വിശ്വം പറഞ്ഞു, അങ്ങനെയൊക്കെ പൊടിക്കാൻ കൊടുത്താലും അതിന്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല, നമ്മൾ തന്നെ പൊടിക്കുവാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ആ സമയത്ത് മാഷ് വിനായകനോട് ചോദിച്ചു, എടാ നിന്റെ കയ്യിൽ വല്ല പൈസ ഇരിപ്പുണ്ടോ? അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, എവിടുന്ന്? വിനായകൻ ചേട്ടൻ എവിടുന്ന? അതിന് വിനായകൻ ചേട്ടൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ, ഈ തുക്കട കുറച്ച് ബ്രോക്കർ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എവിടുന്ന് പൈസ ഉണ്ടാകാനാ അച്ഛാ? അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഒരുമിച്ചെതിരായിട്ടും എന്റെ വിനായകൻ ചേട്ടൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയണം. വിനായകന്റെ അന്താളിപ്പോടുകൂടി
നന്ദിനിയെ നോക്കുവാണ്. കാരണം പൈസയൊക്കെ ഇഷ്ടംപോലെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ കൊടുക്കാൻ മടിയായിട്ട് പറയണതാ. ആ സമയത്ത് മാഷോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല മാഷേ, എൻ്റെ ഒരു വളയിരിപ്പില്ലേ, എൻ്റെ വളയിരിപ്പില്ല, അത് കൊണ്ട് പണയം വെച്ചാൽ പോലെ 1.5 ലക്ഷം രൂപ കിട്ടില്ലേ? അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നീ അതങ്ങോട്ട് ചെയ്യാൻ പറയാണ്. വിശ്വത്തോട് പറഞ്ഞു, എടാ നീ കൊണ്ട് വള പണയം വെച്ചിട്ട് പൈസ എടുത്തോ? അല്ല നീ ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. ശരിയെന്ന് പറയണം. ആ സമയം കമല പറഞ്ഞു, മാഷു ആഹാരം വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വിനായകനെ ഒന്ന് നോക്കുവാണ് ശ്രീജ, ദേഷ്യത്തോടെ നോക്കുവാണ്. അങ്ങനെ കയറി പോകുന്ന പോക്കിന് മാഷു ചോദിച്ചു, അല്ല വിക്രം വേദ എന്തിയെ? അവർ വന്നില്ലോ എന്ന് പറയണം. അവർ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ല. ഓ അങ്ങനെയാണല്ലേ, അവരും കൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷം കൂടെ കയറിപ്പോയി. അപ്പോഴേക്കും നന്ദിനി ദേഷ്യത്തോടെ വന്നിട്ട് വിനായകനോട് പറഞ്ഞു, അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾ ഇവരുടെ മോൻ തന്നെയാണെന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? കണ്ടില്ലേ, വിക്രത്തിനെ വേദയൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ചോദ്യമായി അന്വേഷണമായി എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ അടയും ചക്കരയും പോലെയല്ലേ? നിങ്ങളിവിടെ കുറ്റി കുഴിച്ചിട്ടിരിക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഊണ് കഴിച്ചോന്നെങ്കിലും ഒരു വാക്കെങ്കിലും ചോദിച്ചോ? അത്രയ്ക്ക് വിലയുള്ളൂ നിങ്ങൾക്ക്, പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.